ആക്ച്വലി ഞാൻ ഈ പറഞ്ഞ പോലെ വിശേഷം ഞാൻ ആദ്യമായിട്ട് കഥ കേൾക്കുന്നത് ഈ പറയുന്ന ആ സൂം കോളിലാണ്. അത് കേട്ട ഉടനെ എൻ്റെ മനസ്സിൽ ഇത് വേറെ ആരെടുത്തും പോവാതെ എൻ്റെ അടുത്ത് തന്നെ വരണം ഈ സിനിമ എന്നുള്ള ഒറ്റ ചിന്ത എൻ്റെ മനസ്സിലുള്ളൂ. അപ്പോൾ എൻ്റെ ലൈക്ക് നമ്മൾ ഒബ്വിയസ്ലി നമ്മളെല്ലാവർക്കും ഓരോ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകണം, അത് എന്താണെങ്കിലും. അപ്പം സിനിമയും അതുപോലെ തന്നെയാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഭാഗ്യത്തിന് എനിക്ക് കുറേ നല്ല സിനിമകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് വിശേഷം, അടുത്തൊരു മൈൽ സ്റ്റോൺ ആണ് വിശേഷം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സിനിമയോടുള്ള സ്നേഹമാണ് എനിക്ക് കിട്ടുന്ന സിനിമകളിൽ നിന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കൊന്ന് കല്യാണം കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങളെ പോലൊക്കെ എല്ലാവരും പല ഘട്ടങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള വിശേഷം ആയില്ലേ. അപ്പം ചിന്നുവിനെ സംബന്ധിച്ചിടത്തോളം ആനന്ദ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ചിന്നു അഭിനയിക്കുന്ന സിനിമകൾ, ചിന്നുവിൻ്റെ അല്ലാതെ സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങളൊക്കെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ ബേസ് ചെയ്ത് തന്നെയാണ്. അപ്പം അതും ഇതുമായിട്ട് എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ ചിന്നു? എനിക്ക് തോന്നുന്നു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കാട്ടിലും വിശേഷം എന്ന് പറയുന്ന സിനിമ ചർച്ച ചെയ്യുന്നത് രണ്ട് സാധാരണ ആൾക്കാരുടെ ജീവിതത്തെക്കുറിച്ചാണ്, പ്രണയത്തെക്കുറിച്ചാണ്, അവരുടെ സ്വകാര്യതയെക്കുറിച്ചാണ്. അപ്പോൾ അത് ഈ പറയുന്ന അത് നമുക്ക് എങ്ങനെ വേണോ വ്യാഖ്യാനിക്കാം. ഇപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞ് വെക്കുന്ന ആളുടെ അടുത്ത് അടുത്ത് എന്ത്, ഇതെല്ലാം ഡിഗ്രി കഴിഞ്ഞ ആളുടെ അടുത്ത് ജോലി എന്ത്, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുടെ അടുത്ത് പ്രൊമോഷൻ എവിടെ, കല്യാണം ഇല്ലേ, കല്യാണം കഴിഞ്ഞ ആളുടെ അടുത്ത് കൊച്ചില്ലേ, അങ്ങനെ 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 പോകുന്ന ചോദ്യങ്ങൾ. അപ്പം അത് പക്ഷേ ഒരാളുടെ ഭയങ്കര സ്വകാര്യമായ ഒരു സ്പേസിലേക്ക് കയറി ചെന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പം അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളും, എന്നാൽ ആ ചോദ്യങ്ങളെ എങ്ങനെ ഈ ക്യാരക്ടേഴ്സിനെ ബാധിക്കുന്നു എന്ന് അവരുടെ പെർസ്പെക്റ്റീവിലൂടെ മാത്രം പറയുന്നൊരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് പേർക്ക് ഇത് എൻ്റെ സിനിമയാണ് എന്ന് വിശ്വസിക്കാൻ, അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ആൾക്കാരുടെ സിനിമയാണെന്ന് കാണുമ്പം 100% തോന്നുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ്, മാത്രമല്ല അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നതും എല്ലാവരെയും ഈ പറയുന്ന സന്തോഷിപ്പിക്കുന്ന, അത്യാവശ്യം ചിന്തിപ്പിക്കുന്ന, ഹാസ്യത്തിൻ്റെയൊക്കെ സപ്പോർട്ടോടുകൂടി തന്നെ പറയുന്ന ഒരു സിനിമയാണ്. അപ്പം അതുകൊണ്ട് കണ്ടു കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഉള്ളിലൊരു സന്തോഷം ഒക്കെ ഉണ്ടാവുന്ന ഒരു സിനിമ തന്നെ ആയിരിക്കും. ഇപ്പം ഇതിന്റെ ടാഗ് ലൈൻ പറയണേ, ഇപ്പൊ ആനന്ദ് എനിക്കൊന്ന് നടനും കഥയും തിരക്കഥകളും ചോദിക്കാൻ നമുക്ക് കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ഇതിന്റെ ടാഗ് ലൈൻ ഇതിന്റെ അണ്ടങ്ങളുടെയും ബീജങ്ങളുടെയും ഇടയിലൂടെയുള്ള ഒരു യാത്ര, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടാഗ് ലൈൻ? അത് ബേസിക്കലി എനിക്ക് തോന്നുന്നു നമ്മൾ പറയുന്ന പോലെ ബയോളജി 2ാം പാഠം പഠിച്ചതല്ലാതെ നമുക്ക് അതിനപ്പുറത്തേക്ക് എന്ത് വിവരമാണ് ഇത്തരം കാര്യങ്ങളിൽ. ഇപ്പോൾ ഒരു വീട്ടിൽ സ്ത്രീകളുണ്ട്, നമ്മുടെ അമ്മമാരുണ്ട്, ഭാര്യയുണ്ട്, പെങ്ങളുണ്ട്. ഇവരുടെ മൂഡ് സ്വിങ്സ് മുതൽ ഒരു കാര്യത്തിനെ കുറിച്ച് എനിക്ക് തോന്നുന്നില്ല ബഹുഭൂരിപക്ഷത്തിന് ധാരണയുണ്ടെന്ന്. അപ്പോൾ കുറേ അജ്ഞതയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വെളിച്ചം പകരുക എന്നുള്ള അങ്ങനത്തെ ഇതൊന്നും അല്ലെങ്കിലും എനിക്ക് തോന്നുന്നു പറയാതെ പോകുന്ന കാര്യങ്ങളാണിത്, അഡ്രസ്സ് ചെയ്യാതെ പോകുന്ന കാര്യങ്ങളാണ്. എനിക്കെപ്പോഴും എഴുതാനും ഒക്കെ ഇഷ്ടമുള്ളത് നമ്മളുടെ ചുറ്റും നടക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എടുത്ത് പറയാനും കഥ പറയാനൊക്കെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അത്തരത്തിലാണ് ഇത് വിശേഷം ഉണ്ടാവുന്നത് തന്നെ. എൻ്റെ വീട്ടിലേക്ക് നോക്കിയാൽ, അല്ലെങ്കിൽ എൻ്റെ തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് നോക്കിയാൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് ഈ കാഴ്ച കാണാം. പക്ഷെ ചില നേരത്ത് നമ്മൾ കാഴ്ചകൾ കണ്ടില്ല എന്ന് വയ്ക്കും, ചില കാഴ്ചകൾ നമ്മൾ മറന്നു പോകും. പിന്നെ ആവശ്യത്തിലേറെ തോട്ടുകളിലാണ് നമ്മൾ ഓൾറെഡി ഒഴുകി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലതൊക്കെ വിട്ടുപോകും. പിന്നെ ഈ പറഞ്ഞ മാതിരി കുറേ ചോദ്യങ്ങൾ, ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി വിശേഷമൊന്നും ആയില്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ചോദിക്കുന്ന ആൾ പ്ലെയിനായിട്ടൊക്കെ ചോദിക്കും. ഇതിന് ഉത്തരം പറയേണ്ട ആൾ കടന്ന് ബുദ്ധിമുട്ടുന്നത്, അത് ഞാൻ പറയുന്നത് വിശേഷം പോട്ടെ, ഈ നേരത്തെ പറഞ്ഞ പോലെ SSLC പഠിച്ച ഒരാളോട് അടുത്ത് എന്താണെന്ന് ചോദിക്കുന്നത് ചിലപ്പോൾ അവൻ്റെ മാർക്ക് എന്താണെന്ന് പോലും അറിയാഞ്ഞിട്ടായിരിക്കും. എന്നോട് പണ്ട് ചോദിച്ചിട്ടുണ്ട്, പണ്ട് എല്ലാവരും എഞ്ചിനീയറിങ്ങും ഡോക്ടറും ആവാനും ശ്രമിക്കുന്നത് എനിക്ക് കുഴപ്പമില്ലാത്ത മാർക്കുള്ള സമയമാണ്. എന്നാലും വഴിയുടെ ഒരു ആൻറ്റി കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, അന്ന് കാലത്ത് തൃശ്ശൂർ എൻട്രൻസ് കോച്ചിങ് ഭയങ്കര ലൈവായിട്ടാണ്, അവിടെ പോകുന്നില്ലേ എന്ന് ചോദിച്ചു. ഇല്ല, പോകുന്നില്ല, മാർക്ക് കുറവാണല്ലേ. മുൻവിധികളാണ്. അപ്പൊ അത്തരം കാര്യങ്ങളില്ലാതെ നമുക്ക് തുറന്നൊന്ന് കാണാം. എന്നിട്ട് ഇടയ്ക്ക് വല്ലപ്പോഴും നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് സംസാരിക്കാം. നമ്മൾ ആരാ, എന്താണ് നമ്മുടെ ഉള്ളിൽ ഓടുന്നത്, നമ്മളെന്താ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നൊക്കെ അങ്ങനെയൊക്കെ ഇത് കണ്ടു കഴിഞ്ഞാൽ എവിടെയെങ്കിലും തോന്നിയാൽ ഞാൻ സന്തോഷവാനായി.